ഹായ്, ഇന്നൊരു ലോങ് വീഡിയോ ആണ്. അതിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി എവിടെ നിന്നാണ് മെറ്റീരിയൽസ് ഒക്കെ, ജ്വല്ലറിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളായിട്ട് പറയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ വീട് കൊല്ലമാണ്. കൊല്ലത്തിൽ നിന്ന് ഞാൻ ലോക്കലായിട്ട് 2 സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ കൊയിലോൺ ത്രെഡ്സ് എന്ന് പറയും. അത് നമ്മുടെ ഇരുമ്പുപാല ഇറങ്ങി വരുമ്പോൾ KSRTC മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്. അവിടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയുള്ള മെറ്റീരിയൽസൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാലും നമുക്ക് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേയൊക്കെ ഇയറിംഗ്സിന്റെ മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ കുന്തൻ സ്റ്റോൺസ് അതൊക്കെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അവിടെ ഉള്ളത്. കുറച്ചുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അവിടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി എടുക്കാം. കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നല്ല 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 മെറ്റീരിയൽസ് ആണ്, ഞാനത് ഗ്യാരണ്ടി ചെയ്യാം. രണ്ടാമെന്ന് പറയുന്നത് ശക്തിയാണ്. ശക്തി അത്യാവശ്യം എല്ലാവർക്കും കൊല്ലത്തുള്ള അത്യാവശ്യം ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ MK ഫാബ്രിക്സ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഉള്ളിലേക്കുള്ള കടയാണ്. ആരോട് ചോദിച്ചാലും ഏത് ഓട്ടോയിലൊക്കെ ചോദിച്ചാലും പെട്ടെന്ന് തന്നെ അവരവിടെ എത്തിക്കും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് കിട്ടും. എനിക്കിപ്പം ഇവിടെ രണ്ടും കിട്ടുന്നില്ലാതെ മാത്രമേ ഞാൻ ഓൺലൈൻ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്ക് മിക്കതും അവിടെ തന്നെ കിട്ടും. ജ്വല്ലറിയുടെ എല്ലാ മെറ്റീരിയൽസും അത്യാവശ്യം അവിടെ ഉണ്ടാവും. ഇൻവിസിബിൾ ചെയ്യുന്നതാണെങ്കിലും ബീഡ്സ് ആൻഡ് ബീഡ്സിൻ്റെ ഒക്കെ ഒരു ഭയങ്കര കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട്. പിന്നെ സ്റ്റാഫ് ആയാലും വളരെ ഫ്രണ്ട്ലിയാണ്, നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. തിരക്കുള്ള സമയത്തൊന്നും പോവാതിരുന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവിടെ എല്ലാം കുന്തൻ സ്റ്റോൺസ് ആയാലും ബീഡ്സ്, പിന്നെ ഗിയർ വയർ, ഇൻവിസിബിൾ ചെയ്യാനുള്ള ലോക്കറ്റ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. കുറച്ച് സമയം എടുത്താലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ റിബൺ ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള. ജ്വല്ലറിയുടെ മാത്രം പറയുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബാക്കി ക്രാഫ്റ്റിന്റെ ആയാലും പെയിന്റിങ്ങിന്റെ ആയാലും സ്റ്റിച്ചിങ്ങിന്റെ ആയാലും എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്നത്. ഇനി ഓൺലൈൻ മാർക്കറ്റിൽ ഓൺലൈൻ പർച്ചേസിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ കുറേ ചെയ്യെങ്കിലും മെയിനായിട്ട് ചെയ്യുന്നത് എപ്പോഴും രണ്ടിടത്താണ്. ഈ രണ്ടിടത്താണ് കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് അടൂരുള്ള മോട്ടി അടൂറാണ്. മോട്ടി അടൂർ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ അവിടെ പോയിട്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഓൺലൈനാണ് മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഏറ്റവും പറയാനുള്ളത് അവരുടെ ഹോസ്പിറ്റാലിറ്റി ആണ്. കാരണം ഭയങ്കര കാര്യമായിട്ടാണ് അവർ, നമ്മളിപ്പം ഒരു ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ വീഡിയോ കോൾ ചെയ്ത് നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ കാണിച്ച് തന്നെ അവർ പർച്ചേസ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ അവർ അവൈലബിൾ ആക്കി തരും. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഓണത്തിന് കുറേ ലോട്ടസിന്റെ ഇൻവിസിബിൾ നെക്ലേസ് ഒക്കെ ചെയ്ത് അതിന്റെ എല്ലാ മെറ്റീരിയൽസും ഞാൻ മോത്തി അടൂർ തന്നെയാണ് എടുത്തത്. പിന്നെ ക്രിസ്മസിന്റെ ഏത് ഇവന്റ് ആണ് വരുന്നത് അതനുസരിച്ചുള്ള മെറ്റീരിയൽ, ഇൻഡിപെൻഡൻസ് ഡേ വരുവാണെങ്കിൽ അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് അവർ അവൈലബിൾ ആക്കും. അപ്പം നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അവർ അപ്പം തന്നെ നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടും. അപ്പം നമുക്ക് മേടിക്കാൻ പറ്റുന്നുള്ളൂ, എളുപ്പം തന്നെയാണ് മേടിക്കാൻ. വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ബോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ്. അത് നല്ലതാണ്. കടയൊന്നുമല്ല, അത് ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ്. അത് നല്ല രീതിയിലാണ് അതിൻ്റെയും പെരുമാറ്റം. ഞാൻ ഒരുപാട് മെറ്റീരിയൽസ് അതിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ കുഞ്ഞു ഇപ്പം ചെറിയ ബീഡ്സുകൾ, ചെറിയ ആയിട്ടുള്ള ബീഡ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഉണ്ട്. പിന്നെ ബോ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും ബോ മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ബോ അതുണ്ട്, അതെല്ലാം നന്നായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് രണ്ടാമത്തത്. ഇവരൊക്കെ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇപ്പം ഇതൊന്നും അല്ലാതെ ഞാൻ വാങ്ങിച്ചുള്ള അക്കൗണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അവിടെ തന്നെ കുറേ ഓഫേഴ്സ് വരും എപ്പോഴും കേട്ടോ. എപ്പോഴും ജംറിങ്സിനായാലും പുതിയ മെറ്റീരിയൽസിനായാലും എപ്പോഴും ഓഫർ കൊടുക്കും. ചിലപ്പോൾ 1 റുപ്പീസ് ആയിട്ടുള്ള എന്താ പറയുക ചാംസ് ഒക്കെ അവർ കൊടുക്കും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. എപ്പോഴും ഓഫർ. അപ്പോൾ നമ്മളെപ്പോഴും അവരുടെ ന്യൂസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല മെറ്റീരിയൽസ് കിട്ടും. പിന്നെ ഞാൻ അവിടുന്ന് കുറേ ക്രാക്കിൾ ബീഡ്സ് ഒക്കെ ഒരു വലിയ സെറ്റ് വാങ്ങിച്ചായിരുന്നു. പിന്നെ പെൻഡൻസ് ഒക്കെ കുറേ വാങ്ങിയായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റിയാണ്, നല്ലതാണ് കേട്ടോ. പിന്നെ ജ്വല്ലറി സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു UP ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഈ ഇയറിംഗ്സ് ഒക്കെ ചെയ്യാം, അതായത് ഗോൾഡും സിൽവർ ജുംകാസ് ഒക്കെ ചെയ്യാൻ വേണ്ടി അതിനൊക്കെയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇത്രയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുന്നത്. പിന്നെയും കുഞ്ഞു കുറേയൊക്കെ ഉണ്ട്, ഓർമ്മയില്ല. പക്ഷെ ഇത്രയുമാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം പറഞ്ഞൊക്കെയാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. ഇവിടെ ഒന്നും അവൈലബിൾ, കാരണം നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആവുമല്ലോ, അതാണല്ലോ ഏറ്റവും വലുത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മതിയാവുമല്ലോ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിടത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇവരുടെ നിന്നുള്ള പുതിയ സ്റ്റൈലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കണം തോന്നുവാണെങ്കിൽ ഞാൻ അവിടെ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ശരി, ഓക്കെ.